ഹലോ വെൽക്കം ടു ലേറ്റസ്റ്റ് ടോക്ക് PSC. അപ്പൊ നമ്മുടെ ലാസ്റ്റ് വീഡിയോയിൽ നമ്മളൊരു സ്ട്രാറ്റജി, അതായത് ഇനി വരുന്ന ദിവസങ്ങളിൽ ഫിലിംസ് എങ്ങനെ ക്ലിയർ ചെയ്യണം തുടങ്ങിയ സ്ട്രാറ്റജി കാര്യങ്ങളൊക്കെ ഒരു ലൈവ് സെഷന്റെ ക്ലാസ് ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആ ഒരു സ്ട്രാറ്റജിയുടെ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു 45 ഡേയ്സിന്റെ ടൈം ടേബിളിനെ പറ്റിയിട്ട്. അപ്പൊ കുറച്ച് പേരൊക്കെ ഈ ഒരു ടൈം ടേബിൾ റിലേറ്റഡ് ആയിട്ട് കുറച്ച് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു ടൈം ടേബിൾ വെച്ചിട്ട് എങ്ങനെയാണ് പഠിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ടൈം ടേബിളിന്റെ ഫുൾ PDF ആവശ്യമാണെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അവിടെ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം ടേബിൾ ഫുള്ള് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പൊ നമുക്ക് 45 ഡേയ്സിന്റെ വീക്ക് 1നെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇനിയിപ്പോ നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിന് നമ്മുടെ മുന്നിൽ അധിക ദിവസങ്ങളൊന്നുമില്ല, വളരെ ചുരുങ്ങിയ ദിവസങ്ങളേ ഉള്ളൂ. അപ്പം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഒന്ന് പഠിക്കുക. കാരണം ഇനിയിപ്പം ഇത് വീഡിയോ കേൾക്കുന്നതിൽ ബിഗിനേഴ്സ് ഉണ്ടോ എന്ന് അറിയില്ല. ബിഗിനേഴ്സ് ഉണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഇതുവരെ ഒരു ടോപ്പിക്കും പഠിക്കാത്ത ആൾക്കാരാണെങ്കിൽ നമുക്ക് സിലബസ് ഇനി കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് നടക്കുന്ന കാര്യമല്ല. അപ്പൊ ആദ്യമായിട്ട് പഠിക്കുന്നവരോടാണ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇനിയിപ്പോ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ വെച്ചാൽ മലയാളം, ഇംഗ്ലീഷ്, മാത്സിന് കൂടുതൽ ഫോക്കസ് കൊടുക്കുക. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസ് ഒന്ന് കൃത്യമായിട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ്. ഓൾറെഡി പഠിച്ച് റിവിഷൻ സ്റ്റേജിൽ നിൽക്കുന്നവർക്ക് ഈ ഒരു പ്ലാൻ കൃത്യമായിട്ട് ഉപകരിക്കും. കാരണം ഒരു റിവിഷൻ സ്റ്റേജിൽ ആയതുകൊണ്ട് നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു ടോപ്പിക്ക് വെച്ചിട്ട് റിവൈസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിട്ട് ടോപ്പിക്കുകൾ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഞാൻ അധികം ലാഗ് ആക്കുന്നില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീക്കിലെ ടൈം ടേബിൾ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഡേ വൺ തൊട്ടിട്ട് ഡേ 7 വരെ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ 7ാമത്തെ ദിവസം റിവിഷൻ ആണ് ചെയ്യുക. 6 ദിവസം ടോപ്പിക്കുകൾ പഠിക്കും. 7ാം ദിവസം കംപ്ലീറ്റ് ആ ഒരു 6 ദിവസം പഠിച്ച ടോപ്പിക്ക് റിവിഷൻ ആയിരിക്കും ചെയ്യുക. അപ്പൊ നമുക്ക് അറിയാം, സിലബസ് ഒരു വലിയ സിലബസ് ആണ്. ഒരുപാട് സബ്ജക്റ്റുകൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ. അപ്പം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, കട്ട് ഓഫ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു 55ന് മുകളിലോട്ടേക്ക് കട്ട് ഓഫ് ഇതുവരെ പോയിട്ടില്ല. 2021 തൊട്ടിട്ട് 25 വരെയുള്ള 13 പ്രിലിമിനറി ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്തതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് 55ന് മുകളിലോട്ടൊന്നും കട്ട് ഓഫ് പോയിട്ടില്ല, 55 വരെ എത്തിയിട്ടില്ല. സോ എപ്പോഴും നമ്മളൊരു 55 മാർക്ക് അല്ലെങ്കിൽ 55+, 50ന് മുകളിലോട്ട് തന്നെ സ്കോർ ചെയ്യുകയാണെങ്കിൽ അതൊരു സേഫ് സ്കോർ ആണ് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് നോക്കുമ്പോൾ. ഇനിയിപ്പം വരുന്ന ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയാന്ന് നമുക്ക് ഇപ്പോഴേ പ്രവചിക്കാനൊന്നും പറ്റില്ല. പക്ഷെ ഇതുവരെയുള്ള ട്രെൻഡ് അനുസരിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഡേയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി കൊടുക്കുന്നത് എക്കണോമിക്സ്, ഇംഗ്ലീഷ്, മാത്സ് ആണ്. ഇതില് എക്കണോമിക്സിൽ GST എന്ന ഭാഗമാണ്. GST കൗൺസിലുമായി ബന്ധപ്പെട്ടിട്ടും GST റിലേറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ നിരവധി വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇപ്പൊ GST സ്ലാബുകളിലൊക്കെ ഡിഫറൻസസ് വന്നതുകൊണ്ട് കറണ്ട് അഫയർ ആയിട്ട് നമുക്ക് GSTയിൽ നിന്നും ഇത്തവണ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം CA റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഒരു CA പഠിക്കുമ്പോൾ നമ്മൾ അത് സബ്ജക്ട് ബേസിസിൽ CA പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി യൂസ്ഫുൾ ആയിരിക്കും. സോ GSTയുടെ ഭാഗത്ത് നമ്മൾ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ GST കൃത്യമായിട്ടും പഠിച്ചു വെക്കുക. GST കൗൺസിലിനെ പറ്റി പഠിക്കുക. GSTയുമായി ബന്ധപ്പെട്ട കറണ്ട് അഫയേഴ്സ്, സ്ലാബിൽ വന്ന വ്യത്യാസങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായിട്ട് ഈ ഒരു സെക്ഷനിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. പിന്നെ ഇംഗ്ലീഷിന്റെ ഭാഗത്ത് നിന്ന് ആർട്ടിക്കിൾസ് ആണ്. ആർട്ടിക്കിൾസ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും തന്നെ ഉണ്ടാവാറുണ്ട്. ആർട്ടിക്കിൾസിൽ നിന്നും ഒരു ചോദ്യം. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ആർട്ടിക്കിൾസ് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിന്റെ 20 മാർക്കിൽ 1 മാർക്ക് നമുക്ക് ഈ ഒരു ഡേ 1ൽ തന്നെ നമുക്ക് ആ ഇംഗ്ലീഷിന്റെ 1 മാർക്ക് അവിടെ ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും. പിന്നെ വരുന്നത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റില് ചോദ്യങ്ങൾ സിമ്പിൾ ഇൻട്രസ്റ്റിനെക്കാളും കൂടുതൽ ചോദ്യങ്ങൾ വന്നു കണ്ടിട്ടുള്ളത് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഭാഗത്തു നിന്നാണ്. സോ കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ ഭാഗവും കൂടി ഒന്ന് പഠിച്ചു വെക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈ 3 ടോപ്പിക്, ഈ ഒരു 3 സെക്ഷൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇതിന്റെ കൂടെ മലയാളം വൊക്കാബുലറി പ്രാക്ടീസ് ചെയ്യുന്നതും എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതിവിടെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയിട്ടൊന്നുമില്ല. എങ്കിലും നിങ്ങൾ മലയാളം വൊക്കാബുലറി ഒരു ഡെയിലി 50 ഒരു 15 ഒക്കെ വെച്ചിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്ത് പോകുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു PYQ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ട് പ്രാക്ടീസ് ചെയ്യുക. അതും നല്ലതാണ് കേട്ടോ. ഒരു PYQ എടുത്ത് പ്രാക്ടീസ് ചെയ്തിട്ട് എത്ര മാർക്ക് കിട്ടുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടെ ഒന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, സെക്കൻഡ് ഡേയിൽ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ, മലയാളം, മെന്റൽ എബിലിറ്റി തുടങ്ങിയ ഭാഗങ്ങളാണ് പോകുന്നത്. അതിൽ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരാറുള്ള ഭാഗമാണ് ഈ അമെന്റ്മെന്റ്സ് എന്ന് പറയുന്നത്. അമെന്റ്മെന്റ്സിന്റെ ഭാഗത്ത് നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 2025 ടോട്ടൽ എക്സാംസ്, ഡിഗ്രി ലെവൽ എക്സാംസ് നടന്നതിൽ 12 ക്വസ്റ്റ്യൻസ് ആണ് അമെന്റ്മെന്റ്സുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. 2025 12 ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് ഈ അമെന്റ്മെന്റ്സിന്റെ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ടും വരുമെന്ന് ഉറപ്പാണ്. സോ നിങ്ങൾ ഡേ 2 അമെന്റ്മെന്റ്സ് പഠിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു സാധനമാണ്. അപ്പൊ 2024 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കുമ്പോൾ ഏകദേശം 12ഓളം ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് അവിടെ ഉള്ളത്.
അപ്പം അതിന്റെ ഒരു PDF, ആ ക്വസ്റ്റ്യൻസിന്റെ PYQന്റെ ഒരു PDF, ഈ ഒരു അമെന്റ്മെന്റ്സിന്റെ മാത്രം PDF ഞാൻ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കപ്പം ഡേ 2 ഈ ഒരു അമെന്റ്മെന്റ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ടെലിഗ്രാമിൽ പോയിട്ട് ആ ഒരു 12 ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ പ്രീവിയസ് ഇയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നിങ്ങൾ പഠിച്ചത് നിങ്ങൾക്ക് യൂസ് ആയിട്ടുണ്ടോന്ന്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ സന്ധിയാണ്. സന്ധി എന്ന് പറഞ്ഞ് നമ്മുടെ സിലബസിൽ മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. പക്ഷെ നിങ്ങൾ സന്ധി പഠിച്ചു വെക്കുകയാണെങ്കിൽ ഉള്ള ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചേർത്തെഴുത്ത്, പിരിച്ചെഴുത്ത് തുടങ്ങിയ ഭാഗങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ആൻസറിലോട്ടേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അപ്പൊ സന്ധി പഠിച്ചു വെക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. പിന്നെ കോഡിംഗ് ആൻഡ് ഡീകോഡിംഗ് ആണ്. ഒരുപാട് മെന്റൽ എബിലിറ്റിന്റെ ഭാഗമാണ്. നമുക്ക് ABCD എന്നൊക്കെ തന്നിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി വരുന്ന ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. അപ്പം കോഡിംഗ് പഠിക്കുക മെന്റൽ എബിലിറ്റിന്റെ ഭാഗത്തുനിന്ന്. അത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സ് അല്ല. നമുക്ക് പെട്ടെന്ന് റിവൈസ് ചെയ്തിട്ടാണെങ്കിലും പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നതാണ് ഈ കോഡിംഗ് ഒക്കെ. അപ്പൊ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്നത് ആദ്യം തന്നെ നിങ്ങൾ റിവൈസ് ചെയ്ത് പോവുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും. ഡേ 3 നമ്മൾ ഹിസ്റ്ററി, ഇംഗ്ലീഷ്, മാത്സ് ആണ് പോകുന്നത്. ഹിസ്റ്ററിയിൽ കേരള റീഫോമേഴ്സിനെയാണ് കൊടുത്തിരിക്കുന്നത്. കേരള റീഫോമേഴ്സ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇരുന്ന് ഒരു ദിവസം പഠിക്കുന്നതൊന്നും പോസിബിൾ അല്ല. അപ്പൊ പ്രധാനപ്പെട്ട ആളുകളെ ഇപ്പൊ പഠിച്ചു പോവുക എന്നുള്ളതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇത്. അപ്പം അവിടെ നമുക്ക് ശ്രീനാരായണ ഗുരു, ചട്ടമ്പിസ്വാമി, അയ്യങ്കാളി, പിന്നെ വൈകുണ്ഠസ്വാമികൾ, അതുപോലെ തന്നെ KP പണ്ഡിറ്റ് കറുപ്പൻ തുടങ്ങിയ ആളുകളെയൊക്കെ കൃത്യമായിട്ട് ഒന്ന് വായിച്ചു പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക. എന്നിട്ട് ഈ ഒരു റീഫോമേഴ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അത് ഇന്ന ലെവലൊന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടം പോലെ കിട്ടും. റീഫോമേഴ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇഷ്ടം പോലെ കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഇഷ്ടം പോലെ. എനിക്ക് തോന്നുന്നു യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ വീഡിയോസ് കിടപ്പുണ്ട്. നിങ്ങൾ ജസ്റ്റ് യൂട്യൂബിൽ കയറിയിട്ട് കേരള റീഫോമേഴ്സ് റിനൈൻസൻസ് അടിച്ചിട്ട് അതിന്റെ PYQ അടിച്ചാൽ പോലും ഇഷ്ടംപോലെ വീഡിയോസ് കിടപ്പുണ്ട്. നിങ്ങൾക്ക് ഏത് വീഡിയോ വേണമെങ്കിലും റെഫർ ചെയ്യാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു റീഫോമേഴ്സിന്റെ ടോപ്പിക്ക് പഠിച്ചതിന് ശേഷം അത്തരത്തിലുള്ള ഒരു PYQ കൂടി നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പൊ ആ രീതിയിലൊന്നും നിങ്ങൾ അപ്രോച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇംഗ്ലീഷിൽ ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസ് ആണ് കേട്ടോ. ഈ ആക്റ്റീവ് വോയിസ് ആണെങ്കിലും റിപ്പോർട്ടഡ് സ്പീച്ച് എന്നുള്ള ഭാഗം ഷുവർ ഷോർട്ട് ആണ്, ഉറപ്പാണ്. അത് ഇല്ലാത്ത ഒരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല. ഷുവർ ഷോർട്ട് ആണ്. അവിടെ 1 മാർക്ക് നിങ്ങൾക്ക് ഉറപ്പിക്കാം. നിങ്ങൾ ഡേ 3 നിങ്ങളുടെ 1 മാർക്ക് അവിടെ ഷുവർ ഷോർട്ട് ആക്കി വെക്കണം ഇംഗ്ലീഷിൽ. ഉറപ്പാണ്, 100% ഉറപ്പാണ്. അതില്ലാത്ത ഏത് ക്വസ്റ്റ്യൻ പേപ്പർ, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ കാണിച്ചു തരും. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും റിപ്പോർട്ടഡ് സ്പീച്ച് ഉണ്ട്. സോ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. റിപ്പോർട്ടഡ് സ്പീച്ചുമായി ബന്ധപ്പെട്ട എല്ലാ റൂൾസും അറിഞ്ഞിരിക്കുക. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റണം. നിങ്ങൾക്ക് ഏത് ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും റെഫർ ചെയ്യാം. ഏത് ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാകും ഒരു ക്വസ്റ്റ്യൻ റിപ്പോർട്ടഡ് സ്പീച്ചിന്റെ ഭാഗത്തു നിന്ന്. റിപ്പീറ്റഡ് ആയിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക. മാർക്ക് ഷുവർ ഷോർട്ട് ആയിട്ട് കയ്യിൽ കിട്ടും. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഒന്നും ആരും മാർക്ക് പഠിക്കുന്നവരും ഉണ്ട്, കൃത്യമായി പഠിച്ചു പോകുന്നവരും ഉണ്ട്, അല്ലാണ്ട് പഠിച്ചു പോകുന്നവരും ഉണ്ട്. കൃത്യമായിട്ടും പഠിച്ചു പോകുന്നവര് ഉറപ്പായിട്ടും ഈ ഒരു 1 മാർക്ക് സ്കോർ ചെയ്യും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യരുത്, മാർക്ക് വിട്ട് കളയരുത്. എല്ലാവരും സ്കോർ ചെയ്യുന്ന 1 മാർക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ വേണ്ടി പാടില്ല. ഓക്കെ, പിന്നെ നമ്മൾ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ഡേ 1 പഠിച്ചതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് സിമ്പിൾ ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് പോകുന്നതും നല്ലതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ അത്രയാണ് നമുക്ക് ഡേ 3 വരുന്നത്. ഡേ 4 വരുമ്പോൾ നമ്മൾ സയൻസ് ആൻഡ് ടെക്നോളജി പലരും ഇഗ്നോർ ചെയ്യുന്ന ഒരു മേഖലയാണ്. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അവിടെ തന്നെ നിങ്ങൾക്ക് ഇപ്പം കുറേ സാധനങ്ങൾക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ ഇഗ്നോർ ചെയ്യാം. പക്ഷെ ഇഗ്നോർ ചെയ്യാൻ പാടില്ലാത്ത 1-2 ഏരിയാസ് ആണ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ എൻവയോൺമെന്റ്. ഓക്കെ, എൻവയോൺമെന്റ്, പൊല്യൂഷൻ, അതുപോലെ തന്നെ ISROയുടെ മിഷൻസ്, DRDO തുടങ്ങിയ സാധനങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും ഇഗ്നോർ ചെയ്യരുത്. അപ്പൊ നമ്മൾ ഡേ 4 ISROന്റെ മിഷൻസ് ആണ് പഠിക്കുന്നത്. കറണ്ട് അഫെയറുമായി ബന്ധപ്പെട്ടിട്ട് ചോദ്യങ്ങൾ വരുന്നതാണ്. ISROന്റെ ആണെങ്കിൽ നാസയുടെ മിഷൻസ് ഒക്കെ ചോദിക്കാറുണ്ട്. സോ ISROയുടെ മിഷൻസ് ചോദിക്കുക, കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ലോഞ്ചർ വെഹിക്കിളുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ചാന്ദ്രയാന്റെ ക്വസ്റ്റ്യൻ പേപ്പർ, ചാന്ദ്രയാനിൽ എത്ര ക്വസ്റ്റ്യൻസാണ് വന്നിരിക്കുന്നത്. അപ്പൊ കൃത്യമായിട്ട് ISROയുടെ മിഷൻസ് ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഈ വൊക്കാബുലറി പഠിക്കുമ്പോൾ നമുക്ക് വൊക്കാബുലറി കടൽ പോലെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഇന്നത് പഠിക്കുക എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. വൊക്കാബുലറി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എപ്പോഴും PYQൽ ചോദിച്ചിട്ടുള്ള വൊക്കാബുലറി എടുത്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പൊ നിങ്ങൾക്കത് നിങ്ങളുടെ ഒരു ഇതുപോലെ നിങ്ങൾ കൃത്യമായിട്ടും വൊക്കാബുലറീസ് പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കണം. അപ്പം ഡേ 4 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമ്മൾ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് ഇംഗ്ലീഷിലും അതുപോലെ തന്നെ മലയാളത്തിലും നിങ്ങൾ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് പഠിക്കണം കേട്ടോ. മലയാളത്തിൽ നമുക്ക് 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒറ്റപ്പദങ്ങളുണ്ടല്ലോ, അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഒറ്റപ്പദങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. മലയാളത്തിലെ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒറ്റപ്പദമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമ്പർ സീരീസ് ആണ്. മെന്റൽ എബിലിറ്റിയുടെ ഭാഗത്ത് നിന്ന്
നമ്പർ സീരീസിൽ നിന്ന് എല്ലാ പ്രാവശ്യവും ചോദ്യങ്ങൾ വരുന്നുണ്ട് കൃത്യമായിട്ടും. അപ്പൊ നമ്പർ സീരീസിന്റെ പല ടൈപ്പ് ഓഫ് നമ്പർ സീരീസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് ഒരു നോളജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയും ഷുവർ ആയിട്ട് 1 മാർക്ക് നമുക്ക് ഉറപ്പിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഈ ഒറ്റപ്പദത്തിന്റെ കാര്യം അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒറ്റപ്പദത്തിൽ നിന്ന് നിങ്ങൾക്ക് 1 മാർക്കൊക്കെ ഷുവർ ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഈ മലയാളം ഒക്കെ പഠിക്കാൻ നിങ്ങൾക്ക് ലളിതം പബ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. ലളിതം പബ്ലിക്കേഷൻസിന്റെ PYQ ഒക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് യൂസ് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. നിങ്ങൾക്ക് നല്ലൊരു സോഴ്സ് ആണ് ലളിതം പബ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ബുക്ക് വാങ്ങാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ വാങ്ങുക, വളരെ നല്ലൊരു സോഴ്സ് ആണ് കേട്ടോ. അപ്പൊ അത് തന്നെ വെച്ചിട്ട് പഠിച്ചാൽ മതി. അതിൽ PYQs ഇഷ്ടം പോലെ ഉണ്ട്. ആ PYQന്റെ തന്നെ ബുക്കാണ്. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് അത് മലയാളത്തിന്റെ ഒരു മാർക്ക് നിങ്ങൾക്ക് മിസ്സാവത്തില്ല. ഓക്കെ, 5ാമത്തെ ദിവസം നമ്മൾ 5 ഇയർ പ്ലാൻസ്, നീതി ആയോഗ് ഒക്കെയാണ് പഠിക്കുന്നത്. ഈ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ കേട്ടോ. പ്ലാനിങ്ങിൽ തന്നെ കൃത്യമായിട്ടും എല്ലാ 12 5 ഇയർ പ്ലാൻസ് ഉണ്ട്. 5 ഇയർ പ്ലാൻസ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. ചോദ്യങ്ങൾ വരാറുണ്ട് 5 ഇയർ പ്ലാനുമായി ബന്ധപ്പെട്ടിട്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ടും ഫാക്ച്വൽ ആയിട്ടും ഒക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ നിങ്ങളത് കൃത്യമായിട്ട് തന്നെ ഒന്ന് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഇംഗ്ലീഷിലെ സിനണിംസ് ആണ്. വൊക്കാബുലറി ഞാൻ പറഞ്ഞല്ലോ കടൽ പോലെ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കുറച്ചായിട്ട് പഠിച്ചു പോകാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ മാത്സിന്റെ ഭാഗത്തുനിന്ന് അംശബന്ധമാണ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ ആണ്. റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിൽ നിന്ന് പല ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. റേഷ്യോയിൽ നിന്ന് നമുക്ക് പല രീതിയിൽ നമുക്ക് റേഷ്യോയിൽ ക്വസ്റ്റ്യൻസ് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അപ്പം റേഷ്യോ നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കുന്നത്, റേഷ്യോ പഠിച്ചു വെച്ചാലുള്ള ഗുണം എന്താ വെച്ചാൽ നിങ്ങൾക്കത് വേറെ രീതിയിലും നമുക്കത് ആപ്ലിക്കബിൾ ആക്കി എടുക്കാൻ വേണ്ടി സാധിക്കും. റേഷ്യോ എന്ന് തന്നെ വന്നില്ലെങ്കിലും വേറെ പല രീതിയിൽ നമുക്ക് റേഷ്യോ ഹെൽപ്ഫുൾ ആകും. സോ ഈ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻസ് ഒന്നും നന്നായി പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഇതൊന്നും ഒരിക്കലും മിസ് ചെയ്യരുത് കേട്ടോ. മാത്സ് ഒക്കെ പഠിക്കുമ്പോൾ ഈ ഒരു ഏരിയ, ഈ പെർസെൻറ്റേജ്, റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ തുടങ്ങിയ ഏരിയാസ് ഒന്നും നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് റിട്ടുകളെ പറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ കാര്യം പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഫണ്ടമെന്റൽ റൈറ്റ്സ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാകാറുള്ളതാണ്, എന്തെങ്കിലും ഒരു ചോദ്യം ഉണ്ടാകാറുള്ളതാണ്. അപ്പോൾ സ്വന്തം കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒക്കെ പഠിച്ചു പോവുക കേട്ടോ. ഓക്കെ, പിന്നെ മലയാളത്തിൽ പ്രോവേർബ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, ശൈലികൾ, അത് പഠിക്കുക. പിന്നെ മാത്സിൽ നമുക്ക് ഈ ക്ലോക്കിന്റെ ആംഗിളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ ക്ലോക്കിന്റെ ആംഗിളുമായി ബന്ധപ്പെട്ട, ക്ലോക്കുമായി ബന്ധപ്പെട്ട ഇപ്പം മിറർ ഇമേജ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇത്രയും ഇത് പഠിക്കുക. ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ തൊട്ടിപ്പുറത്തെ 3ാമത്തെ കോളത്തിൽ നിങ്ങൾ എന്താണ് എക്സ്ട്രാ ആയിട്ട് ചെയ്യേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം 6th ഡേയിൽ നിങ്ങൾ റിട്ട് ജുഡിസ്ട്രിക്ഷനുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ ഡേ 7 എത്തുമ്പോൾ നമ്മൾ ഒന്നാം ദിവസം തൊട്ടിട്ട് 6ാം ദിവസം വരെ പഠിച്ച ടോപ്പിക്കുകളാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റിവിഷൻ ചെയ്യേണ്ടത്. ഓക്കെ, ആ റിവിഷൻ ചെയ്തതിന് ശേഷം ഒരു PYQ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ഫുൾ PYQ 100 ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, സോൾവ് ചെയ്യുക. ആ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലാത്ത ടോപ്പിക്കുകളും ഉണ്ടാവുമായിരിക്കാം. ഒരു 100 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്ര എണ്ണം റൈറ്റ് ആയി എത്ര എണ്ണം റോങ് ആയി എന്ന് നോക്കുക. എന്നിട്ട് ഈ റോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഇപ്പൊ റോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ തന്നെ നിങ്ങൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഈ റോങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റിലാണോ തെറ്റിയിട്ടുള്ളത്, ഫാക്ച്വൽ ക്വസ്റ്റ്യൻസിലാണോ തെറ്റ് പറ്റിയിട്ടുള്ളതെന്ന് നോക്കുക. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റിലായിരിക്കും കൂടുതൽ തെറ്റ് വന്നിട്ടുണ്ടാവുക, ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ നെഗറ്റീവ് അടിച്ചിട്ടുണ്ടാവുക ഫാക്ച്വലിലായിരിക്കും. അപ്പോൾ അത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഫാക്ച്വലിലാണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഫാക്ട് നോളജ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സ്റ്റേറ്റ്മെന്റിലാണ് നിങ്ങൾക്ക് പിഴവ് പറ്റുന്നതെങ്കിൽ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ഡെപ്ത് ലെവലിൽ, കുറച്ചും കൂടി കോൺസെപ്റ്റുകൾ മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ ഈ റോങ് ആൻഡ് നെഗറ്റീവ്സ് വരുന്നത് ഏത് സബ്ജക്റ്റിനാണെന്ന് നിങ്ങൾ നോക്കണം. എന്നിട്ട് ആ സബ്ജക്റ്റ് നിങ്ങൾ അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം കേട്ടോ. പിന്നെ ഓൾറെഡി നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു നിങ്ങൾക്ക് അറിയുന്ന ടോപ്പിക്കുകൾ നിങ്ങൾ വീണ്ടും നെഗറ്റീവ് വരുത്തുവാണെങ്കിൽ നിങ്ങൾ പഠിച്ചതിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാവും. സോ നിങ്ങൾ ആ മിസ്റ്റേക്ക് എന്താണെന്ന് തിരിച്ചറിയാൻ ചിലപ്പോൾ പ്രോപ്പർ റിവിഷൻ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് റിവൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇതിൽ മാക്സിമം നിങ്ങൾ എപ്പോഴും പ്രിലിംസ് കിടക്കണമെങ്കിൽ എല്ലാവരും പറയുന്നത് പോലെ ഞാനും പറയുന്നു, മലയാളം, ഇംഗ്ലീഷ്, മാത്സിന് സ്പെഷ്യൽ ഫോക്കസ് കൊടുക്കണം. അതിന് നിങ്ങൾക്ക് ഒരുപാട് സോഴ്സസ് യൂസ് ചെയ്യാം. ലളിതം പബ്ലിക്കേഷൻ യൂസ് ചെയ്യാം. മലയാളത്തിന് വേണ്ടിയിട്ട് മലയാളം ഫസ്റ്റ് ബെൽ എന്ന് പറഞ്ഞിട്ട് ടെലിഗ്രാമിലെ ചാനലുണ്ട്, അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ മാത്സിന് നിങ്ങൾക്ക് ട്രിക് ടേൺ ജെറിൻ സാറിന്റെ എക്സ്ക്ലൂസീവ് ചാനൽ ഉണ്ടല്ലേ. ട്രിക് ടേണിലെ പ്ലേലിസ്റ്റിൽ പോയാൽ തന്നെ ഒരുവിധപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും സാറോടെ പ്ലേലിസ്റ്റിൽ ക്ലാസ് ആക്കി വെച്ചിട്ടുണ്ട്. ട്രിക് ടേൺ മാത്രം നോക്കിയാൽ മതി ബേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട്.
ട്രിക്ടേൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാത്സ് എന്നുള്ള ചാനൽ യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇംഗ്ലീഷിലോട്ടേക്ക് വരികയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് അധികം ഇംഗ്ലീഷിൽ ഞാൻ അങ്ങനെ ഒരുപാട് ക്ലാസ്സസ് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് കൂടുതൽ യൂട്യൂബ് ക്ലാസ്സസ് ഏതൊക്കെയാണെന്ന് അറിയില്ല. എങ്കിലും എനിക്ക് ജാഫർ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. അതെനിക്ക് ഒരുപാട് നല്ല ക്ലാസ്സുകളായിട്ട് തോന്നി. സാർ കുറേ കാലം മുന്നേ ഒക്കെ എടുത്ത് വെച്ചേക്കുന്ന വീഡിയോസ് ആണ്, പക്ഷെ നല്ല ക്ലാസ്സുകളാണ്. കുറച്ചും കൂടി നല്ല പെട്ടെന്ന് മനസ്സിലാകുന്ന രീതിയിലാണ് അതിൽ ക്ലാസ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പം എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചു തുടങ്ങുക. അപ്പം ഇത് ആദ്യത്തെ വീക്കിൽ നിങ്ങൾ പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഫോളോ ചെയ്യാം. ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടേതായ രീതിയിൽ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ടാണെങ്കിലും ഫോളോ ചെയ്യാം. അപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ടൈം ടേബിൾ വെച്ചിരിക്കുന്നത്. സോ കൃത്യമായിട്ട് പഠിച്ചു പോകുക. ഇനിയിപ്പോൾ അത്രയും ദിവസങ്ങളേ ഉള്ളൂ. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്താൽ മതിയാകും. മലയാളം, ഇംഗ്ലീഷ്, മാത്സിനൊക്കെ കൂടുതൽ ഫോക്കസ് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ ഞാൻ അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. നിങ്ങൾക്ക് എന്ത് കണ്ടന്റ് ആണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്